നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ നിൽക്കുന്നത് കണ്ടെയ്നർ റോഡിലാണ്. ഇത് എൻ്റെ ഫ്രണ്ട് ആൻ്റണി. നമ്മുടെ പഴയ വീഡിയോയിലൊക്കെ കണ്ടിട്ടുണ്ടാവും ആൻ്റണി അല്ലേ? ആൻ്റണി ഇപ്പോൾ ഫുള്ള് സെറ്റായിട്ട് വന്നേക്കണേ. ഇതൊക്കെ ഊരി കഴിഞ്ഞ് തിരിച്ച് കയറ്റാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. അതെ, ഹെൽമെറ്റ് ഊരില്ല. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അപ്പോൾ ഒരു കാര്യം, ഹാപ്പി ന്യൂ ഇയർ. 2 ദിവസം കഴിഞ്ഞ് ഇന്ന് ഇപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് 3-ാം തീയതിയാണ് കേട്ടോ. 3-ാം തീയതി ഞായറാഴ്ചയാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ പ്ലാൻ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമ്മളിവിടെ പെഴല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ കടമക്കുടി പഞ്ചായത്തിൽ തന്നെ തൊട്ടിപ്പുറത്തായിട്ട് പെഴല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഈ കണ്ടെയ്നർ റോഡിൽ നിന്ന് പുതിയൊരു പാലം വന്നിട്ടുണ്ട്. അപ്പോൾ അവിടേക്ക് കുറച്ച് എക്സ്പ്ലോറിങ് നടത്താമെന്നാണ് വിചാരിക്കുന്നത്. പുതിയ ഗോപ്രോ ഒക്കെ ഉണ്ടല്ലോ അല്ലേ? അപ്പോൾ നമുക്കങ്ങ് പോയിക്കളയാം അല്ലേ? വാ. നമ്മൾ ഇതാ പെഴല പാലത്തിൽ, മൂലമ്പിള്ളിയിൽ നിന്നും പെഴലയിലേക്കുള്ള ആ പാലത്തിൽ എത്തിയിരിക്കുകയാണ്. നമ്മളിങ്ങനെ കറങ്ങിയൊക്കെ റൊട്ടേറ്റൊക്കെ അടിച്ചിട്ടൊക്കെയാണ് വന്നത്. ആദ്യമായിട്ടാണ് ഞാനിവിടെ വരുന്നത്. ഇപ്പോൾ ഈ പാലം ഓപ്പൺ ചെയ്തിട്ട് കുറച്ചായില്ലേ. ഞാനും വിചാരിച്ചു നമുക്കൊരു ഗോപ്രോ ഒക്കെ എടുത്തിട്ട് ഈ വഴി വന്നൊരു വ്ളോഗൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു. എന്ന് വെച്ചാൽ ഇത് കണ്ട് അത്യാവശ്യം നല്ല രീതിയിൽ വൈഡായിട്ടൊക്കെയുള്ള വിഷ്വൽസ് ഒക്കെ എടുക്കാൻ പറ്റിയൊരു ഏരിയയാണ്. അതുകൊണ്ടാണ് ഈ സൈഡിലേക്കാണ് നല്ല വ്യൂ. ഇത് കണ്ടില്ല, പക്ഷേ അവിടെ ഭയങ്കരമായിട്ട് പറഞ്ഞ പോലെ സൂര്യപ്രകാശം അടിക്കണം. അസ്തമിക്കാറായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. കുറച്ച് നേരം കൂടി കഴിഞ്ഞാൽ നല്ല രസമായിരിക്കും. ഇത് കണ്ട ഇപ്പുറത്തൊക്കെ നല്ല രസമാണ് കാണാനായിട്ട്. അടിപൊളി സീനാണ്. ഇവിടെയൊക്കെ ചീനവലയൊക്കെ ഉണ്ട് കേട്ടോ. അത്യാവശ്യം നല്ലൊരു സീനറി അല്ലേ? അടിപൊളി അല്ലേ? അപ്പോൾ ആൻ്റണി, നമുക്ക് പെഴല ഏരിയയിലോട്ടൊക്കെ ഒന്ന് കറങ്ങാൻ പോയാലോ? ശരിക്കും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ഒരു സ്ഥലമാണ്. പണ്ട് ഞങ്ങൾ താമസിച്ചിരുന്നു വെച്ചാൽ, ഞാൻ ജനിച്ചു വളർന്ന നാട് തൊട്ടപ്പുറത്താണ്, കോതാട്. ഞങ്ങൾക്ക് തൊട്ടടുത്തുള്ള കാര്യമാണ്, ഞങ്ങളുടെ പഞ്ചായത്താണ്. അപ്പോൾ ഇവിടെയൊക്കെ പണ്ടൊക്കെ നമ്മൾ സൈക്കിളിനും നടന്നുമൊക്കെ വന്നിട്ടിരുന്ന വെച്ച സ്ഥലമാണ്. കടുത്തൊക്കെ ഇറങ്ങിയിട്ട് ഇപ്പോൾ കുറച്ച് കൊല്ലങ്ങളായിട്ട് വന്നിട്ടില്ല. ഇപ്പോൾ ഈ പുതിയ പാലം വന്ന് എന്തായാലും നമുക്കൊന്ന് അല്ലേ പോയി നോക്കാം. എന്തൊക്കെ മാറ്റങ്ങളുണ്ടെന്ന് നമുക്കറിയില്ല കേട്ടോ. വഴിയില്ല, ചമ്മി അല്ലേ? ചമ്മി നമ്മൾ ലെഫ്റ്റ് പോവാന്നൊക്കെ വിചാരിച്ചു, പക്ഷെ ലെഫ്റ്റിൽ വഴി ഉണ്ടായിരുന്നില്ല. അവിടെ നിന്ന് നോക്കിയപ്പോൾ ലെഫ്റ്റിലേക്ക് ഒരു വഴി പോലെ തോന്നിച്ചു. ശരിക്കും അത് റൗണ്ട് അബൌട്ട് ആയിരുന്നു. സോറി, നമ്മൾ റൈറ്റ് വഴി തന്നെ പോവാം. വണ്ടി ചമ്മിപ്പോയി. ചെറിയ വഴിയാണോ? വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാൽ കണ്ടെത്തി കിടക്കും. അതെ, കണ്ട ചെറിയ പാലം. പണ്ട് ഞങ്ങൾ നടന്ന് സൈക്കിളൊക്കെ ചവിട്ടി വന്നിട്ട് പോയി. അന്നിവിടെ കോൺക്രീറ്റ് ഒന്നും ഇല്ല കേട്ടോ. അന്നിവിടെ ചുമ്മാ മണ്ണ് മാത്രമേ ഉള്ളൂ. വേറെ കോൺക്രീറ്റ് ഒക്കെ ചെയ്തേക്കുന്നത്. ഓട്ടോഷൊക്കെ പോകുന്നുണ്ട്. അടുത്ത പള്ളിയാണ് കേട്ടത്. വലിയ മാറ്റമൊന്നുമില്ല കേട്ടോ, അതേപോലെയൊക്കെ തന്നെയാണ്. കടമക്കുടി ഭാഗത്തേക്ക് പോകുന്ന റൂട്ടിലാണ് കയറിയിരിക്കുന്നത്. ഇതിപ്പോൾ പെഴല തന്നെയാണ്. പെഴലയിൽ നിന്ന് കടമക്കുടി പോകുന്ന അവിടെ ഒരു ജങ്കാറൊക്കെ ഉണ്ട്. ജങ്കാറൊക്കെ ഇപ്പം പണ്ട് കടുത്തായിരുന്നു, ഇപ്പം എങ്ങനെയാണെന്ന് അറിയില്ല. അപ്പോൾ അവിടെയൊക്കെയുള്ള വഴിയാണിത്. അടിപൊളി റൂട്ടാണ് കേട്ടോ. നമ്മളിവിടെ കടമക്കുടിയിലേക്കുള്ള കടത്തിൻ്റെ അവിടെ വണ്ടി പാർക്ക് ചെയ്ത് ഇവിടെ കണ്ടൊരു വരമ്പത്തൂടി അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. ആ കാണുന്ന കടമക്കുടിയാണ്. നമ്മൾ നിൽക്കുന്നത് പെഴല. ശരിക്കും ഇതിന് വേറൊരു പേരുണ്ട് കേട്ടോ, പാലിയന്തുരുത്ത് എന്നാണ് പറയണം. പെഴല എന്ന് പറയുമ്പോൾ അപ്പുറത്താണ്.
പാലിയന്തുരുത്ത് എന്ന സ്ഥലത്തിനെ പറയണം. പാലിയന്തുരുത്ത് ചെറുപ്പത്തിൽ വന്നിട്ടുണ്ട്. ആണല്ലേ? ഞങ്ങൾ സ്ഥിരമായിട്ടൊക്കെ വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ, ഞാൻ നേരത്തെ പറഞ്ഞില്ല, സ്ഥിരമായിട്ട് വന്നിട്ടുണ്ടെന്ന് വെച്ചാൽ സ്ഥലമാണത്. അപ്പോൾ ഇവിടെ എത്തുമ്പോൾ എനിക്ക് ശരിക്കും പറഞ്ഞാൽ പഴയ ഒരു നൊസ്റ്റാൾജിക് ഓർമ്മകളൊക്കെയാണ് വരുന്നത്. പഠിച്ചുകൊണ്ടിരുന്ന ടൈമിലൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങളുടെ ഒരു കോതാട് എന്ന് പറഞ്ഞ സ്ഥലത്തായിരുന്നു, കടമക്കുടി പഞ്ചായത്തിൽ തന്നെ ഉള്ളത്. അപ്പോൾ ആ ടൈമിൽ കുറച്ച് നാളത്തേക്ക് റേഷൻ കട ഞങ്ങളുടെ അവിടെ നിർത്തിയപ്പോൾ ഇങ്ങോട്ട് മാറ്റി, കടമക്കുടിക്ക് മാറ്റി. അപ്പോൾ ഒന്നില്ലെങ്കിൽ നമുക്ക് ബോട്ടിന് വരാം, അല്ലാന്നുണ്ടെങ്കിൽ ഈ പിഴല നമ്മളിപ്പോൾ ഈ വന്ന വഴിയൊക്കെ കറങ്ങി സൈക്കിളിനോ നടന്നൊക്കെ വന്ന് ഇവിടെ വന്ന് അന്നിവിടെ ഒരു കടുത്തുള്ളൂ. ആ കടുത്ത് ഇറങ്ങിയിട്ട് എന്താ ആ കാണണം അവിടെ തന്നെ. ഇത് നിങ്ങൾക്ക് ഇതിൽ കൂടി കാണാൻ പറ്റില്ല, അത് കണ്ടില്ല ആൻ്റണി, ഒരു കെട്ടിടം കണ്ടില്ലേ, ഓട്. അതാണ് നമ്മൾ റേഷൻ കട. ഇപ്പോഴും റേഷൻ കട തന്നെ ആയിരിക്കാം. റേഷൻ കടയിൽ വരും. ഏകദേശം ഈ സമയത്തോടുകൂടി നമ്മൾ റേഷൻ കടയിൽ ഇവിടെ എത്തി റേഷനൊക്കെ വാങ്ങി തിരിച്ച് കടുത്തൊക്കെ ഇറങ്ങി നടന്ന് അവിടെ എത്തുമ്പോഴേക്കും രാത്രിയാവും. അപ്പോൾ ആ സമയത്ത് വരുമ്പോൾ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ വന്ന പറമ്പിൽ കൂടിയൊക്കെ നടക്കുമ്പോൾ അന്നും നമ്മൾ ഈ വന്ന പോലത്തെ കോൺക്രീറ്റ് വഴിയല്ല, ശരിക്കും ഇതേപോലത്തെ വഴിയാണുള്ളത്. ഈ പാടവരമ്പം അതേപോലത്തെ വഴിയാണുള്ളത്. അതിലേക്കൂടി സൈക്കിളിലോ അല്ലെങ്കിൽ നടന്നൊക്കെ വരുമ്പോൾ എന്താ പറയുക, ഒരു പ്രത്യേക രസമാണത്. ഇപ്പോൾ ഓർക്കുമ്പോൾ ഭയങ്കര, ഇപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ ഒരു ഫീലേ കിട്ടണത്. എന്താ പറയുക, പറയാൻ വാക്കുകളില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അടിപൊളി. അപ്പോൾ ആ നടന്നു പോകുമ്പോൾ അസ്തമയം, ഇതേപോലെ തന്നെ അസ്തമയമൊക്കെ ഇതുപോലെ ഒന്നുമല്ല, നല്ല ചുമന്ന സൂര്യനെയൊക്കെ നല്ല നല്ല ഉണ്ടായിട്ട് നല്ല വൃത്തത്തിൽ തന്നെ കണ്ട ഞങ്ങൾ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ടെന്നറിയോ. ഇവിടെയൊക്കെ നമുക്ക് ഫ്രണ്ട്സൊക്കെ ഉണ്ട്, നമ്മളൊപ്പം പഠിച്ച പിള്ളേരൊക്കെ ഉണ്ട്. അവരൊക്കെ ആയിട്ടൊന്നും കോണ്ടാക്റ്റ് ഒന്നും ഇല്ല ഇപ്പോൾ. എന്തായാലും എനിക്ക് തോന്നുന്നു കടമക്കുടിനേലും ഒരു പിടി മുന്നിലാണെന്ന് തോന്നുന്നു ഈ പിഴല ഉള്ള ഏരിയയിലൊക്കെ, പിഴല പാലിയന്തുരുത്ത് ഏരിയയൊക്കെ. കടമക്കുടിയും നല്ലതൊക്കെ തന്നെ, അടിപൊളി സ്ഥലമാണ് കടമക്കുടി. പക്ഷെ എല്ലാവരും എക്സ്പ്ലോർ ചെയ്തേക്കുന്ന കടമക്കുടി എന്ന് പറഞ്ഞാൽ ആ ഒരു ഏരിയയിലാണ് കടമക്കുടിയുടെ. അവിടെ പാലവും തോടും കാര്യങ്ങളൊക്കെ. അതിനപ്പുറത്തോട്ടുള്ള കടമക്കുടി അധികം ആൾക്കാർ എക്സ്പ്ലോർ ചെയ്തിട്ടില്ല. എന്തെങ്കിലും ഒരു ആവശ്യം, ആരെങ്കിലും കാണാനല്ലാണ്ട് ഇങ്ങോട്ട് വരേണ്ടത് നമുക്കൊരു ആവശ്യമില്ല. ഞാനും നേരത്തെ പറഞ്ഞ പോലെ തന്നെ റേഷൻ കടയിൽ പോവുക എന്നുള്ള ഒരു ആവശ്യത്തിനാണ് എല്ലാ മാസവും നമ്മൾ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ അല്ലാണ്ടുള്ളൊരു ആവശ്യമില്ല. പിന്നെ ഞാൻ ഈ പിഴലയിൽ ഞാൻ പണ്ട് തബല പഠിക്കാൻ പോകുമായിരുന്നു. ഒരു 7ാം ക്ലാസ്സിലൊക്കെ വെച്ചിട്ട് ഒരു 2-2.5 കൊല്ലം ഞാൻ തബല പഠിച്ചിരുന്നു. ആ ടൈമിൽ പിഴലയിലുള്ള ഒരു ആശാൻ്റെ അടുത്താണ് വന്നത്, അഗസ്റ്റിൻ സാറിൻ്റെ അടുത്താണ് വന്ന് തബല പഠിച്ചത്. അത് കഴിഞ്ഞ് സാറ് ഗൾഫിലൊക്കെ പോയി ഇപ്പോഴാണ് പിന്നെ അത് സ്റ്റോപ്പായത്. സാറ് ഉണ്ടാവുമെന്ന് അറിയില്ല, ഞാൻ ഇടയ്ക്ക് സാറിനെ ഫേസ്ബുക്കിലൊക്കെ കാണാറുണ്ട്. അപ്പോൾ ഈ പിഴല എന്ന് പറഞ്ഞ സ്ഥലമായിട്ട് നമുക്ക് അങ്ങനെ നല്ലൊരു ആത്മബന്ധമുള്ളൊരു സ്ഥലമാണ്. ഒത്തിരി ആൾക്കാർ നമ്മൾ കൂടി പഠിച്ചവരും അതുപോലെ തന്നെ അറിയുന്നവരും ഒക്കെ ഉണ്ട് ഇവിടെ പിഴലയിൽ. പക്ഷേ ഇപ്പോൾ വന്നപ്പോൾ നമ്മൾ ആരും കണ്ടു വന്നു, ആദ്യം മാസ്ക് ഒക്കെ വെച്ചിരിക്കണോണ്ട് നമുക്ക് അവരെ മനസ്സിലായില്ല, അവർക്കും നമ്മൾ മനസ്സിലായില്ല. പിന്നെ വണ്ടിക്കാണ് പോകുന്നത്. അങ്ങനെ ഒരു ഇത്. ഇപ്പോൾ സൂര്യൻ ഇങ്ങനെ അസ്തമിച്ചുകൊണ്ടിരിക്കണേട്ടോ, അതാ കണ്ടില്ലേ സൂര്യനെ കാണാൻ പറ്റില്ല, പക്ഷെ എന്നാലും ഒരു അടിപൊളി ഒരു ആംബിയൻസ് ആണ് ഇവിടെ വന്നിട്ടുണ്ടെങ്കിൽ. ശരിക്കും പറഞ്ഞാൽ എനിക്ക് കടമക്കുടി പോണേലും കൂടുതലൊരു ആംബിയൻസ് ഈ ഒരു ഏരിയയിൽ വരും. അതുകൊണ്ട് തന്നെയാണ് ഞാൻ ആൻ്റണിയായിട്ട് ഇന്ന് ഇങ്ങോട്ട് തന്നെ എത്തിച്ചത്. ആൻ്റണിയായിട്ട് ഞങ്ങൾ പ്ലാൻ ചെയ്ത് കടമക്കുടി പോകാനായിരുന്നു, പക്ഷേ പിഴലയ്ക്ക് വരാം എന്നുള്ളൊരു പ്ലാൻ ചെയ്തത് ഞാനാണ്. അപ്പോൾ ഇവിടെ വന്ന് എങ്ങനെയുണ്ട് ആൻ്റണി? അടിപൊളിയല്ലേ? സ്ഥലം കിടുവാണ്. നമുക്ക് അവിടെ വരെ നടന്നിട്ട് വരാം. അതെ, വഴി കുറച്ച് കൺഫ്യൂഷനാണ്. അത് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്, അല്ലാണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല. അപ്പോൾ വലിയ വണ്ടി കാറിനൊന്നും ഇങ്ങോട്ട് വരാൻ പറ്റില്ല, 2 വീലർ മാത്രമേ വരാൻ പറ്റുള്ളൂ. പിന്നെ ഗ്രാമപ്രദേശമാണ്, ആൾക്കാർ സാധാരണക്കാരാണ്. അപ്പോൾ നമ്മൾ അവർക്ക് ഉപദ്രവമില്ലാണ്ട് വേണം വരാനായിട്ട്. നമുക്കറിയാം, നമ്മളിവിടെയൊക്കെ കിടന്ന് വളർന്നതാണ്, അതുകൊണ്ട് നമുക്കറിയാം ആർക്കും ഉപദ്രവമില്ലാത്ത രീതിയിൽ, ശല്യമില്ലാത്ത രീതിയിൽ വേണം വന്ന് ഇതൊക്കെ കണ്ട് ആസ്വദിച്ച് പോകാനായിട്ട്. പിന്നെ ഈ പറഞ്ഞ ഇതേപോലെയുള്ള കെട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് പ്രോപ്പർട്ടികളൊക്കെ ആയിരിക്കുള്ളൂ. അപ്പോൾ അനുവാദം ഇല്ലാണ്ടൊന്നും അങ്ങോട്ട് കയറരുത്. നമ്മൾ വന്ന വഴിയൊക്കെ കുറേയൊക്കെ കണ്ടു, അത് അനുവാദം ഇല്ലാത്ത കൊണ്ടാണ് നമ്മൾ, അനുവാദം ഇല്ലാന്നല്ല, നമ്മൾ ചോദിക്കാണ്ട് കയറാൻ ശരിയല്ലല്ലോ, അതുകൊണ്ടാണ് നമ്മൾ കയറാതിരുന്നത്. ചിലപ്പോൾ അവരൊന്നും പറയില്ലായിരിക്കും, എന്നാലും അതുകൊണ്ടാണ്. നമുക്ക് ഏതായാലും നമുക്ക് അവിടം വരെ പോയിട്ട് കുറച്ച് വിഷ്വൽസൊക്കെ ഒപ്പിയിട്ട് നമുക്ക് തിരിച്ചു പോരാം. അപ്പോഴേക്കും ഇരുട്ടാകും, നേരെ വീട്ടിലേക്ക് പോവാം. ആൻ്റണി അവിടെ നടന്ന് പോയിട്ട് കാഴ്ചയൊക്കെ ആസ്വദിച്ചിരിക്കുകയാണ്. കുഴിയൊക്കെ ഉണ്ട് കേട്ടോ, നോക്കി കിടക്കണേ. പക്ഷേ ചീനോല അടിപൊളിയല്ലേ? ചീനോല ഉണ്ടില്ലേ? അവിടെ മീനും ചെമ്മീനൊക്കെ ഇഷ്ടംപോലെ കിട്ടുന്ന സ്ഥലമുണ്ടോ? നമുക്കതൊരു എക്സ്പെരിമെന്റ് ചെയ്യണം. ഈ ചീനോലിന്റെ അറ്റത്ത് ഗോപ്രോ കെട്ടിയിടണം, എന്നിട്ട് താഴേക്ക് ഇറക്കണം അല്ലേ? അത് നല്ലൊരു ഐഡിയ ആണ്. ഒരു ദിവസം പരീക്ഷിച്ചു നോക്കാം. പരിചയമുള്ള ടീം ഉണ്ട്, നമുക്ക് അത് നോക്കാം. കെട്ടിയിട്ടിട്ട് ഇത് എടുക്കാറാവുമ്പോ എങ്ങനെയാണെന്നുള്ളൊരു, അല്ല ഇത് അടിയിലേക്ക് പോകുന്നതും തിരിച്ചു വരുന്നതും മാത്രം എടുക്കാൻ പറ്റുള്ളൂ, അല്ലാണ്ട് വേറെ ഒന്നും കിട്ടില്ല. ഇടിമിന്നലുണ്ട് കേട്ടോ, ചിലപ്പോൾ നല്ല മഴ പെയ്യാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവിടെ വരെ ഒന്ന് പോയിട്ട് വരാം. അത് മാടം ഉണ്ട്, അത് ഈ കാണുന്ന കണ്ടില്ല അവിടെ ഒരു തൂമ്പ് എത്തിയിട്ടാ. നമുക്ക് ഇവിടെ വരെ വന്നാൽ മതി, അങ്ങോട്ട് പോകണ്ടെങ്കിൽ. ഇതിനെ തൂമ്പെന്നാണ് കേട്ടോ പറയണത്, ഞങ്ങളുടെ അവിടെ എങ്ങനെയാണ് പറയണത്, തൂമ്പെന്നാണ്.
ഇത് ചെമ്മീൻ കെട്ടായിരിക്കും ഉള്ളത്. ഇതിൻ്റെ ഉള്ളിൽ മീനെ വളർത്തുന്നത്, മീൻ കൃഷി എന്ന് പറയും അത് തന്നെ. അത് വെള്ളം ഇങ്ങനെ ശുദ്ധീകരിച്ച് വിടണേണ്. അതിന് കുറേ തത്വങ്ങളൊക്കെ ഉണ്ട്, അത് എനിക്ക് അധികം അറിവില്ല അതിനെക്കുറിച്ച്. മീൻ പുറത്ത് പോകാണ്ടിരിക്കാനാണ് ഇവിടെ വലയൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. ഇവർ കൊള്ളാം. നമ്മളെ ഡേ ലൈറ്റ് എങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുന്നതാണ്. ഇപ്പോൾ സൂര്യൻ അസ്തമിക്കാൻ നിൽക്കുന്നതിൻ്റെ ആ ഒരു ലൈറ്റ് വെച്ചിട്ടാണ് ഞങ്ങളെ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. നമുക്കൊന്ന് പതുക്കെ ചലിക്കായിരുന്നു അല്ലേ? കുറച്ചുകൂടി നേരത്തെ വരേണ്ടതായിരുന്നു അല്ലേ? ഇപ്പം ഈ മഴക്കാരും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടാണ് തോന്നുന്നത് പെട്ടെന്ന് ഇടിമിന്നലൊക്കെ 3 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും തുടങ്ങിയായിരുന്നെങ്കിൽ. അതെ അതെ, കുറച്ചും കൂടി തന്നെ. എനിക്ക് തോന്നുന്നു ഇന്നിവിടെ തിരക്കില്ലാത്തത് ഞായറാഴ്ച ആയതുകൊണ്ടാണ് തോന്നുന്നത് ഈ ഒരു ഏരിയയിലൊക്കെ വലിയ തിരക്കില്ലാത്തത്. പക്ഷെ അവിടെയും തിരക്കുണ്ടാവണ്ടായിരുന്നു. എന്ത് പറ്റിയെന്ന് അറിയാം. എല്ലാവരും മടി പിടിച്ചിരിക്കണോണ്ടായിരിക്കാം ചിലപ്പോൾ. പൊതുവെ ഞായറാഴ്ച നമ്മുടെ റൗണ്ട് അബൌട്ട് പേള പാലത്തിലൊക്കെ നല്ല തിരക്കുണ്ടെന്നാണ് കേട്ടേക്കണത്. എന്നാലും ഇന്ന് വലിയ തിരക്കൊന്നും ഉണ്ടായില്ല. അപ്പോൾ അതിനാണ് ഇന്നത്തെ ഈവനിങ് എങ്ങനെ ഉണ്ടായിരുന്നു? നൈസ് ആയിരുന്നില്ലേ? ഒരു അടിച്ചുപൊളിയല്ല, ഒരു നൈസ് ഈവനിങ്. ഒരു റിലാക്സ് ആയിട്ട് ഇവിടെ വന്നിട്ട് ആ ഒരു ബ്രീത്തിങ് ഒക്കെ അല്ലേ? എത്ര നാളായില്ല നമ്മളിങ്ങനെയൊക്കെ ഒന്ന് ബ്രീത്ത് ചെയ്തിട്ട്. ഈ ഒരു ഇങ്ങനെയുള്ള നല്ല നല്ല ഏരിയകളിലൊക്കെ വരുമ്പോഴാണ് അതിന് സാധിക്കുക. നമ്മളേതായാലും കടമക്കുടിയിലും കൂടി പോകാമെന്ന് വിചാരിച്ചു. പക്ഷേ ഇനി അവിടെ എത്തുമ്പോഴേക്കും ഇരുട്ടാവും. നമ്മൾ ഓൾറെഡി കടമക്കുടിയിലൊക്കെ പോയിട്ടുണ്ട്. പക്ഷേ എന്തായാലും കടമക്കുടിയിൽ ഞാൻ വേറെ പോകും. നമ്മുടെ സുഹൈലില്ലേ, സുഹൈലിനോട് ഞാൻ പറഞ്ഞിട്ടുണ്ട് കടമക്കുടിയിൽ പോകാമെന്ന്. ഞാൻ അവനായിട്ടൊന്ന് എക്സ്പ്ലോർ ചെയ്യാം. അവിടെ മാത്രമേ ഉള്ളൂ, കടമക്കുടിയിൽ തന്നെ വേറെ എങ്ങും പോകാനില്ല. അതുകൊണ്ടാണ്. പക്ഷെ ഇവിടെ നമുക്ക് കുറച്ചും കൂടി വൈഡായിട്ടൊക്കെ കാഴ്ചകളാണ്. എന്തായാലും കടമക്കുടിയിൽ നമുക്ക് വേറൊരു എപ്പിസോഡ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇനിയിപ്പോൾ തിരിച്ചു പോകാനുള്ള സമയമായി. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഈ ഒരു ഏരിയയും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള മറ്റൊരു വീഡിയോയുമായി വരുന്നവരേക്കും ഗുഡ് ബൈ.